ഞാൻ കള്ളൻ. ഞാൻ ഈ സർക്കാരിനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഇന്ദിരക്കട്ടെന്ന് പറഞ്ഞ പുതിയ പദ്ധതിയിൽ ഒരംഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായി എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിച്ചെൻ്റെ ഉപ്പാട് തിന്നെൻ്റെ പൊന്നോ. എന്ന് വെച്ചാൽ ബാക്കി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ 10 വർഷമായി പവർ കട്ടൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ പോയി നമ്മൾ ഒരിടത്ത് പോയി നിന്ന് ലൊക്കേഷനൊക്കെ കണ്ട് വരുമ്പോഴത്തേക്കും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എപ്പോഴും ഈ കരണ്ട് എൻ്റെ പൊന്നേ കരണ്ടൊന്ന് പോകണേന്ന് പ്രാർത്ഥിച്ചിരുന്നാലും അവർ കരണ്ട് കളയുകയില്ല. ഇങ്ങനെ നിന്ന് ഈ അവസരത്തിൽ ഞാൻ വളരെയേറെ വിഷമിച്ചു. പിന്നെ പോയി നിവൃത്തിയില്ലാതെ വന്ന് പട്ടിണി കിടന്ന് മടുത്തപ്പോൾ പോയി അധ്വാനിച്ച് പിള്ളേർക്കും കെട്ടിയൊക്കെ ചിലവിനും കൊടുത്ത് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചു പോരുകയായിരുന്നു. അപ്പോഴാണ് ഈ സർക്കാരിൻ്റെ ഈ ഇലക്ഷൻ വന്ന സമയത്തെങ്കിലും ഞാൻ പ്രത്യാശയോടെ ഇരുന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് വേണ്ട വരുമാനം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ എന്നുള്ള എൻ്റെ മനമൊഴുകി പ്രാർത്ഥന ദൈവം കേട്ടത് കൊണ്ട് ഈ സർക്കാർ നിലവിൽ വന്നപ്പോൾ തന്നെ പല പദ്ധതികൾ അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട എൻ്റെ കുടുംബത്തിന് ഒരുപാട് ഇതുള്ള ഒരു സഹായമായുള്ള തീരുമാനമാണ് ഇന്ദിരാക്കട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ ഒരു അഭ്യർത്ഥന ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞാലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയപരിധി ഈ അരമണിക്കൂറേ എന്നുള്ളത് പറഞ്ഞാൽ നമ്മളൊരു വീട് കണ്ടുവെച്ച് ലൊക്കേഷൻ ഇട്ട് അതിൻ്റെ അകത്ത് കയറി ചെന്ന് പറ്റുമ്പോഴത്തേക്കും അരമണിക്കൂർ ആകാറാകും. പിന്നെ കൈ കിട്ടി അതും ഇതൊക്കെ കിട്ടി വലിച്ചു വാരി എടുക്കുന്നു പോകുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോഴത്തേത് അരമണിക്കൂർ എന്നുള്ളത് ഒന്നുകൂടി ചിന്തിച്ച് തീരുമാനിച്ച് ഒരു 1-2 മണിക്കൂറാക്കി എടുക്കുകയായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോഴുള്ള അധ്വാനിച്ച് ജീവിക്കാൻ പാടുള്ള മനുഷ്യർക്ക് ഉപകാരമായിരുന്നു. ഇത് ഒരു അഭ്യർത്ഥനയായി കണക്കാക്കി അതിന് വേണ്ട ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത് എല്ലാവരും വലിയ സമ്പത്ത് ഇതൊക്കെയാണല്ലോ. ഞാൻ സ്വപ്നം കാണുന്നത് ഒരു പവർ കട്ടുള്ള കേരളം. പവർ കട്ട് എന്ന് വെച്ചാൽ ഇന്ദിരാക്കട്ടുള്ള കേരളം. അതാണ് എൻ്റെ ഒരു എന്തെന്ന് പറയുന്ന ഒരു ആഗ്രഹം. അതാണ് എല്ലാവരും ഇതിനു വേണ്ടി അവരോട് ഒരു നിവേദനം കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങളിതിൽ